കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീടുകളിലുള്ള പെണ്ണുങ്ങളെയും അതുപോലെ തന്നെ പ്രായപൂർത്തിയെത്താത്ത പെൺകുട്ടികളടക്കം മോർഫ് ചെയ്തിട്ട് അവർക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയിലൊക്കെ ഉള്ളത് മുടന്തനായാണ് പോലീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൈബർ സെല്ലിൽ അന്വേഷിച്ച് കേസ് എടുക്കാമെന്നുള്ളത്. പക്ഷേ അതിന് നമുക്ക് താല്പര്യമില്ല. ഇവൻ്റെ പേരിൽ ക്രിമിനൽ കേസ് ചാർജ് ചെയ്തിട്ട് അവനെ ജയിലിലടക്കണമെന്നല്ല പറയാനുള്ളത്. നിരവധി എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരികളെയും അതുപോലെ തന്നെ നിരവധി പ്രായപൂർത്തിയായ ആളുകൾ പെൺകുട്ടികളുടെയും ഒക്കെ ചിത്രങ്ങളാണ് മോർഫ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രദേശത്ത് ആകെ ആശങ്കയിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ജനങ്ങളാകെ എല്ലാവരും എന്ത് ചെയ്യുമെന്നുള്ള അവസ്ഥയിലാണ്. കാരണം പിന്നെ ഓരോ വീടുകളിൽ ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് നമ്മളുള്ളത്. ബുധനാഴ്ച വൈകിട്ടോടെയാണ് കോളയാട് ഗ്രാമപഞ്ചായത്തിലെ വായന്നൂർ കണ്ണമ്പള്ളി പ്രദേശത്തെ സ്ത്രീകളുടെയും പ്രായപൂർത്തിയായതും പ്രായപൂർത്തിയാകാത്തതുമായ കുട്ടികളുടെ ഉൾപ്പെടെ ചിത്രം മോർഫ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ വ്യാജ അക്കൗണ്ടിലൂടെ പോസ്റ്റ് ചെയ്തത്. ഇതോടെ പ്രദേശത്തെ അമ്മമാരും കുട്ടികളും മാനസികമായി സമ്മർദ്ദത്തിലാവുകയും ഉടൻ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ അമ്മമാരും കുട്ടികളും ഉൾപ്പെടെ പേരാവൂർ സ്റ്റേഷനിലെത്തി പരാതി നൽകി. കഴിഞ്ഞ ഒരു വർഷം മുൻപേയും സമാന സംഭവം ഉണ്ടായിരുന്നുവെന്നും ഇത് സംബന്ധിച്ച് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നുവെന്നും ആ വ്യക്തി തന്നെയാണ് ഇതിന് പിന്നിലെന്നും നാട്ടുകാർ പറഞ്ഞു. രാത്രി നമ്മളിവിടെ വായനൂർ കണ്ണമ്പള്ളി പ്രദേശ ആളുകൾ വന്നത് വായനൂർ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് താമസിച്ച അഭയ് എന്ന ചെറുപ്പക്കാരൻ നമ്മുടെ പ്രദേശത്തുള്ള ഒരുപാട് സ്ത്രീകളെ ഫോട്ടോ മോർഫ് ചെയ്ത്, അത് ഒരുപാടെന്ന് പറഞ്ഞാൽ നാട്ടിലെ ഒരു 3/4 ഭാഗം വീടുകളിലെ സ്ത്രീകളെ ഫോട്ടോ മോർഫ് ചെയ്ത് ഇൻസ്റ്റാഗ്രാം വഴി പ്രചരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആളുകളെല്ലാം വളരെ മാനസികമായി തകർന്നിട്ടുള്ളത്. അതുമാത്രമല്ല കഴിഞ്ഞ വർഷം ഇതുപോലെ സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടക്കം ഫോട്ടോ മോർഫ് ചെയ്തിട്ടില്ല, പിന്നെ ഒരു ഇൻസ്റ്റാഗ്രാം വഴി ഒരു വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഫോട്ടോ പ്രചരിപ്പിച്ചു. പീഡന വീരൻ അറസ്റ്റിൽ മറ്റ് ഒരു ഫോട്ടോ ഉണ്ടാക്കി പ്രചരിപ്പിച്ചു. അന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പിന്നെ കേസ് കൊടുത്തു. സൈബർ കേസാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ കൃത്യമായിട്ടൊരു അന്വേഷണമോ അല്ലെങ്കിൽ ഒരു നടപടി നിയമപരമായ നടപടി അന്ന് ഉണ്ടായിട്ടില്ല, ഗൗരവമായ ഇടപെടലും ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഒരു വർഷത്തിന് ശേഷം വീണ്ടും ഒരുപാട് ആളുകളെ, നമുക്ക് നാട്ടിലെ ഏറ്റവും പ്രമുഖരായ ആളുകളെ പോലും ഫോട്ടോ മോർഫ് ചെയ്തിട്ട് ഇതുപോലെ ഇൻസ്റ്റാഗ്രാം വഴി പ്രചരിപ്പിച്ചിട്ടുള്ളത്. അതിന് ശക്തമായ നടപടി സ്വീകരിക്കാതെ ഈ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ആരും വിട്ടുപോകുന്നില്ല. കാരണം കഴിഞ്ഞ വർഷം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വളരെ ഉദാസീന സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ സൈബർ കേസ് എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യം, നമുക്കറിയാം സ്ത്രീകളെ അവമാനിച്ചാൽ ഏറ്റവും വലിയ കേസുകളുണ്ട്. പക്ഷേ പോലീസ് ആ നിയമപരമായ നടപടി സ്വീകരിക്കുന്നതിൽ കുറച്ച് അലംഭാവം കഴിഞ്ഞ വർഷം കാണിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം അതുപോലെ തന്നെ ഒരു മുടന്തനായാണ് പോലീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൈബർ സെല്ലിൽ അന്വേഷിച്ച് കേസ് എടുക്കാമെന്നുള്ളത്. പക്ഷേ അതിന് നമുക്ക് താല്പര്യമില്ല. ഇവൻ്റെ പേരിൽ ക്രിമിനൽ കേസ് ചാർജ് ചെയ്തിട്ട് അവനെ ജയിലിലടക്കണമെന്നല്ല പറയാനുള്ളത്. അതുവരെ നമ്മൾ ഈ സ്റ്റേഷനിൽ തന്നെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പോലീസിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഇപ്പോൾ ഉണ്ട്. എന്താ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊരു സിനിമേൻ്റെ ലൊക്കേഷനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ വൈകുന്നേരം വരെ ആ ലൊക്കേഷനിൽ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ അവിടുത്തെ സ്റ്റേഷനുമായിട്ട് ഞങ്ങളൊരു അഭിപ്രായമാണ്, അടുത്ത സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അവനെ പിടിക്കാൻ അറസ്റ്റ് ചെയ്യാനും വേണ്ടി സാധിക്കും. അപ്പോൾ അത്രത്തോളം ഈ സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ആശങ്ക. അപ്പോൾ അതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ടുള്ള ഇതിനൊരു പരിഹാരം കാണാതെ, ശാശ്വതമായ പരിഹാരം കാണാതെ ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ്. നാട്ടിലുള്ള മുഴുവൻ ചെറുപ്പക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശം 90% ആൾക്കാർ ഇവിടെ എത്തി. ഇന്നും നാട്ടിലെ ആൾക്കാർ തമ്പടിച്ച് നിൽക്കുകയാണ്, നാടുറങ്ങാതെ നിൽക്കുകയാണ്. ഇന്ന് വളരെ ഗൗരവത്തിൽ ഇത് കാണുന്ന ഏത് അധികാരികളായി കഴിഞ്ഞാലും വളരെ ഗൗരവത്തിലെടുത്തുകൊണ്ട് ഇതിൻ്റെ പോയി കഴിഞ്ഞില്ലെങ്കിൽ ഒരു നാടടക്കോ ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ ആശങ്കയിലേക്കോ പോകുന്ന സ്ഥിതിയിലേക്ക് ഉണ്ടാകും. നാളെ പുരളുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ള ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് പേടിയാണ്. വീട്ടിലിപ്പോൾ പല വീടുകളിലും ചെറുപ്പക്കാരികളടക്കം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പിന്നെ പലരും വന്നിട്ടുണ്ടെങ്കിൽ അവരും വളരെ ആശങ്കയിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഗൗരവത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ വേണ്ടി സാധിക്കും. സ്ത്രീകളും കുട്ടികളും പ്രദേശത്തെ ജനപ്രതിനിധികളും ഉൾപ്പെടെ സ്റ്റേഷനിൽ എത്തിയിരുന്നു. തുടർന്ന് SI ജാൻസി മാത്യു എത്തി മൊഴിയെടുത്തു. സോഷ്യൽ മീഡിയ വഴിയുള്ള ഇത്തരം ദുരുപയോഗത്തിനെതിരെ കർശന നടപടി വേണമെന്നും ചെയ്തവർക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ടു പോകുമെന്നും ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടതോടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ മാനസികമായ സംഘർഷത്തിലാണെന്നും ഇവർക്ക് കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകണമെന്നും നാട്ടുകാർ പറഞ്ഞു. ഗൗരവമായിട്ട് പോലീസ് ഇടപെട്ടില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നാട്ടിലുള്ള ഏകദേശം 90% ചെറുപ്പക്കാരും പിന്നെ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരത്രത്തോളം വികാരത്തിലാണുള്ളത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീടുകളിലുള്ള പെണ്ണുങ്ങളെയും അതുപോലെ തന്നെ പ്രായപൂർത്തിയെത്താത്ത പെൺകുട്ടികളടക്കം മോർഫ് ചെയ്തിട്ട് അവർക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയിലൊക്കെ ഉള്ളത്. എല്ലാ വീടുകളിലും ഇപ്പോൾ ഈ ദൃശ്യം കാണുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലേക്ക് കണ്ണമ്പള്ളി പ്രദേശത്ത് ചെന്ന് നോക്കുകയാണെങ്കിൽ എല്ലാ വീട്ടിലും ആൾക്കാർ വളരെ ആശങ്കയിലുള്ളത്. എങ്ങനെ രാവിലെ പണിക്ക് പോകും, എങ്ങനെ അതുപോലെ തന്നെ സ്കൂളിലേക്ക് പോകും, കോളേജിൽ പോകും, ചെറിയ കുട്ടികളടക്കം. അപ്പോൾ ഇത് വളരെ ആശങ്കയില്ലാത്തുള്ളത്. അതുകൊണ്ട് എന്നാ
സംഭവിക്കാമെന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. ഇതിനൊരു തീരുമാനമില്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ പോകാൻ വേണ്ടി സാധിക്കില്ല. കാരണം ഞങ്ങളങ്ങ് ചെല്ലുമ്പോൾ തന്നെ ഇപ്പം തന്നെ ഈ ആൾ ഈ അഭയ് എന്ന് പറയുന്ന കക്ഷി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ആൾക്കാരും ഓരോ സ്ത്രീയുടെയും പേരെടുത്ത് പിന്നെ ചിത്രങ്ങൾ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പോലീസ് കുറേ 1.5 വർഷത്തോളമായി പോലീസ് ഇത് അന്വേഷിക്കുകയാണ്. അതേപോലെ തന്നെ അവൻ്റെ വീട്ടിൽ പോയിട്ട് ഇവൻ്റെ പേരിൽ നോട്ടീസ് അടക്കം ഇട്ടിരിക്കുകയാണുള്ളത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം പോലീസ് ഇത് ഗൗരവത്തിലെടുത്തില്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കാണുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മണിക്കൂർ ഒരു 10 മിനിറ്റ് കൊണ്ട് അവൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അവനൊരു സിനിമേൻ്റെ ലൊക്കേഷനിനകത്ത് അവൻ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഡയറക്ടറെ വിളിച്ച് അപ്പോൾ കുറച്ചും കൂടി കാര്യം ഗൗരവത്തിൽ പറഞ്ഞപ്പോൾ അയാൾ അവൻ്റെ നമ്പർ ഇറക്കം കൊടുക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പോലീസ് വളരെ ഗൗരവത്തിൽ ഇടപെട്ടില്ല എന്നുള്ളതാണ്. ഇടപെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിനെക്കാട്ട് മുമ്പിൽ പിടിക്കാൻ വേണ്ടി സാധിക്കും. ഇനി എന്ത് സംഭവിക്കും എന്നുള്ള വളരെ ആശങ്കയിലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് അധികൃതർ പ്രധാനപ്പെട്ട ആരായി കഴിഞ്ഞാലും ഇടപെട്ടുകൊണ്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് പോകാൻ വേണ്ടി സാധിക്കില്ല. എങ്ങനെ ഞങ്ങൾ പോവാം? ഞങ്ങൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഓരോരുത്തരോടും ഞങ്ങൾ ചോദിക്കുന്ന, നിങ്ങളുടെ വീട്ടിലുള്ള ഓരോരുത്തർക്കാണ് ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്കും പെങ്ങൾക്കും ഭാര്യമാർക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ തിരിച്ചു പോകും? ആ ആശങ്കയിലാണ് നമ്മളുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു ശാശ്വത പരിഹാരം കാണാതെ തിരിച്ചു പോകാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ്. നമ്മൾ വായനൂർ കണ്ണമ്പള്ളി പ്രദേശത്ത് നിന്ന് ഇവിടെ പേരാവൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയായിട്ട് എത്തിയിട്ടാണ്. നമ്മൾ ഇന്ന് വൈകുന്നേരം ഒരു 6 മണിയോടുകൂടി സോഷ്യൽ മീഡിയയിൽ, അതായത് ഇൻസ്റ്റാഗ്രാം വഴി പിന്നെ നിരവധി ചെറുപ്പക്കാരുടെ അക്കൗണ്ടിലേക്ക് ഒരു ഫേക്ക് ID ഫോളോ ചെയ്യും. അത്ര അക്കൗണ്ട് ചില ആൾ ഫോളോ ചെയ്തതിൻ്റെ ഭാഗമായി ആ ID-യിൽ നിന്നും ഗ്രൂപ്പുകൾ വഴിയും നിരവധി നമ്മുടെ പ്രദേശത്തെ സ്ത്രീകളുടെ ചിത്രങ്ങൾ പിന്നെ മോർഫ് ചെയ്തുകൊണ്ട് പ്രദർശിപ്പിക്കുകയുണ്ടായി. അപ്പോൾ പിന്നെ നിരവധി എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരികളെയും അതുപോലെ തന്നെ നിരവധി പ്രായപൂർത്തിയായ പെൺകുട്ടികളുടെയും ഒക്കെ ചിത്രങ്ങളാണ് മോർഫ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ പ്രദേശത്ത് ആകെ ആശങ്കയിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ജനങ്ങളാകെ എല്ലാവരും എന്ത് ചെയ്യുമെന്നുള്ള അവസ്ഥയിലാണ്. കാരണം പിന്നെ ഓരോ വീടുകളിൽ ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് നമ്മളുള്ളത്. നമ്മളിത് ഈ പേരാവൂർ പോലീസ് സ്റ്റേഷനിലെത്തുകയും നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ അധികൃതരോട് പറയുകയും എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ നടപടി എടുക്കേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റേഷനിലെത്തിയിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ ഈ നടപടി എടുത്തില്ലെങ്കിൽ തന്നെ പിന്നെ ഈ ഓരോ വീടുകളിലേക്ക് എന്താ സംഭവിക്കുക എന്നുള്ള ഒരു ആശങ്ക തന്നെയാണെന്നുള്ളത്. അതുകൊണ്ട് പേരാവൂർ എത്തിയതിന് ശേഷം നമ്മുടെ ഇവിടെ SI അടക്കം നമ്മുടെ പ്രദേശത്തെ ഈ പരാതിക്കാരുടെ മൊഴിയടക്കം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ പിന്നെ ഇതിൻ്റെ SI നടപടി പെട്ടെന്ന് തന്നെ നടപടി എടുക്കാമെന്ന് തീരുമാനം തന്നിട്ടുണ്ട്. അത് നടപടി എടുക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് വേണ്ട അടുത്ത നടപടിയിലേക്ക് വേണ്ട അധികൃതർ എല്ലാ രീതിയിലും നമ്മൾ അതിന് പ്രതിഷേധിക്കുമെന്നുള്ളത് ഇതും കൂടിയാണ് പറയാനുള്ളത്. പിന്നെ മറ്റു കാര്യങ്ങൾ